നമസ്കാരം. അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. കാരണം മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് അവർക്ക് അവരുടെ ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ വ്യാഴം രാശി മാറിയിരിക്കുകയാണ്, ശനി രാശി മാറിയിരിക്കുകയാണ്, രാഹു കേതു രാശി മാറിയിരിക്കുകയാണ്. ഈ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണപരമായ അനുഭവങ്ങളും ദോഷപരമായ അനുഭവങ്ങളും വന്നു ചേരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഓരോ രാശിമാറ്റത്തിൻ്റെ വീഡിയോ ഞങ്ങൾ മുൻപത്തെ വീഡിയോ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്, ചാനലിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാം. ഇതെൻ്റെ പൊതുവായിട്ടുള്ള മൊത്തത്തിൽ എങ്ങനെയാണ് ഇത് മാറുന്നതിനെ കുറിച്ചുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ദോഷങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് കുടുംബപരമായ പ്രശ്നം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നം, വിവാഹ സംബന്ധമായ പ്രശ്നം, വിദ്യാഭ്യാസപരമായ പ്രശ്നം, അല്ലെങ്കിൽ കടബാധ്യത, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വിവരവും കൂടി ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം ഈ ചാനലിലെ വ്യൂസ്, അതായത് കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി, നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി മാസത്തിൽ ഞങ്ങൾ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടത്തി വരികയാണ്. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു വലിയൊരു പൂജയാണ്. ആ പൂജയിൽ വേറെ ആരും ഉൾപ്പെടുത്തുന്നില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയൊരു പ്രശ്നത്തിന് ഞങ്ങൾക്കൊരു മാറ്റം, വളരെ ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം ചെയ്തു തരാൻ പറ്റിയാൽ അത് വളരെ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ വിഷയവും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക്, മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷകാലഘട്ടം ഇവർക്ക് വ്യാഴം ഇപ്പോൾ രാശി മാറി നിൽക്കുന്നത് അവരുടെ മൂന്നാമത്തെ രാശിയിലാണ് നിൽക്കുന്നത്. മിഥുനം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. കാരണം സഹോദരനിൽ നിന്നുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി വരുന്നുണ്ട്. പൂർവിക സ്വത്തുകൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ട് ചെറിയ ചെറിയ നേട്ടങ്ങളെല്ലാം വന്നു ചേരുവാൻ, അങ്ങനെ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വരുവാനാണ്